Hi, my dear students. Today we are going to start our new chapter, that is aromaticity. The word aromaticity is not a new one, right? It is a familiar topic, and we have studied uh, many. Have studied about aromatic compounds, right? For example, benzene is an aromatic compound, and like that. So, in this chapter, we will study some more about aromaticity. Let us start. Let us summarize some of the characteristics of benzene. Benzene is a planar carbocyclic compound having apparently a system of alternate single and double bonds, that is a conjugated system with sp2 hybridized carbon atoms and a full and continuous pi overlap. That is delocalization of pi electrons over the entire ring. Benzene does not respond to several of the addition reactions or test for unsaturation, normally characteristics of the presence of C double bond C. Neither does it undergo addition reaction with HBr or bromine water, nor does it decolorize dilute alkaline KMnO4. It prominently undergoes electrophilic substitution reactions like nitration, sulfonation, and halogenation. Benzene has a heat of hydrogenation of minus 208.3 kJ per mole, since this value for cyclohexene with one double bond within the ring is minus 119.6 kJ per mole. We would expect that of benzene with 3 double bonds to be theoretically 3 into minus 119.6, which is minus 358.8 kJ per mole. The difference between the calculated and the experimental value is minus 150.5 kJ per mole, and this should be the delocalization energy or the resonance energy of benzene, and its large value indicates that benzene is stabilized by a lot of pi electrons. So, എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ ആദ്യം തന്നെ പറയുന്ന ബെൻസീൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാമെന്നാണ്. സോ ബെൻസീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബെൻസീൻ്റെ സ്ട്രക്ചർ, റൈറ്റ്? ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെനാർ മോളിക്യൂളാണ്, പ്ലെനാർ കോമ്പൗണ്ടാണ്, കാർബോസൈക്ലിക് ആണ്. Then it has alternate single and double bond. Alternate single and double bond എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയും. സോ ബെൻസീൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അതിൽ 3 ഡബിൾ ബോൺസ് ഉണ്ട് അല്ലേ? എല്ലാം അടുത്തടുത്താണോ? അല്ല, ഓൾട്ടർനേറ്റ് പൊസിഷൻസിലാണ്. സോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെനാറാണ്, കാർബോസൈക്ലിക് ആണ്, ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. ദെൻ അതിൽ ഓരോ ആറ്റത്തിനും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം, അതിലെല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റാണ്. ഫുൾ ഓഫ് കണ്ടിന്യൂസ് പൈ ഓവർലാപ്പും ഉണ്ട്. അതിനെ നമ്മൾ പറഞ്ഞ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഓവർ ദ എൻറ്റയർ റിംഗ്. അതായത് ബെൻസീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെൻസീൻ ഒരു പ്ലാനാർ കാർബോസൈക്ലിക് കോമ്പൗണ്ടാണ്, ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റമാണ് വിത്ത് ആൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്. അതിലെല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആണ്. സോ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ആ റിങ്ങിൽ കംപ്ലീറ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ബെൻസീൻ അഡീഷൻ റിയാക്ഷൻസിനോ വേറെ അൺസാച്ചുറേഷൻ റിയാക്ഷനിൽ HBrനൊപ്പം KMnO4 ഇങ്ങനെയുള്ള റിയാക്ഷനൊന്നും ബെൻസീൻ റെസ്പോണ്ട് ചെയ്യില്ല. ബട്ട് ബെൻസീൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലൈക്ക് നൈട്രേഷൻ, സൾഫനേഷൻ, ഹാലോജനൊക്കെ റെസ്പോണ്ട് ചെയ്യും. ദെൻ ബെൻസീൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നതിന് minus 208.3 ആണ് വാല്യൂ പറഞ്ഞിരിക്കുന്നത്. ദെൻ സൈക്ലോഹെക്സീൻ എന്ന് പറയുമ്പോൾ എന്താണ്? സൈക്ലോഹെക്സേൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. അതിൽ 3 ഡബിൾ ബോണ്ട് വന്നാലാണ് ബെൻസീൻ. അപ്പോൾ സൈക്ലോഹെക്സേൻ വിത്ത് 1 ഡബിൾ ബോണ്ടാണ് ഈ സൈക്ലോഹെക്സീൻ. അപ്പോൾ അങ്ങനൊരു കോമ്പൗണ്ടിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് minus 119.6 ആണ്. അപ്പോൾ നമ്മൾ ബെൻസീനിൽ നമ്മൾ എങ്ങനെ ഊഹിക്കും? ഈ സൈക്ലോഹെക്സീനിൽ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ, ബെൻസീനിൽ 3 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈക്ലോഹെക്സീൻ്റെ വാല്യൂൻ്റെ കൂടെ ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് ബെൻസീൻ്റെ കിട്ടും. അത് കിട്ടിയത് minus 358.8 ആണ്. ബട്ട് ബെൻസീൻ്റെ minus 208 ഉള്ളൂ. അപ്പോൾ ഈ കാൽക്കുലേറ്റഡ് വാല്യൂം എക്സ്പെരിമെൻ്റൽ വാല്യൂം തമ്മിൽ ഡിഫറൻസ് എന്താ കാണിക്കുന്നത്? ഈ ലാർജ് വാല്യൂ അതിൻ്റെ ഡീലോക്കലൈസേഷൻ എനർജിയാണ്, അല്ലെങ്കിൽ റെസൊണൻസ് എനർജി. ഈ എനർജിയാണ് ബെൻസീനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ബൈ പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ, റൈറ്റ്? അപ്പോൾ എന്താ പറയുക, നമ്മൾ ബെൻസീൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സാണ് ആദ്യം തന്നെ പഠിച്ചത്. ബെൻസീൻ എന്ന് പറയുമ്പോൾ അതൊരു പ്ലെനാറാണ്, കാർബോസൈക്ലിക് കോമ്പൗണ്ടാണ്, ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഉണ്ട്, പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ആ റിങ്ങിൽ കംപ്ലീറ്റ് ഓവർ ദ എൻറ്റയർ റിങ്ങിൽ പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ഉണ്ട്. ദെൻ അത് അഡീഷൻ റിയാക്ഷനോ അൺസാച്ചുറേഷൻ്റെ റിയാക്ഷൻ, HBrൻ്റെ റിയാക്ഷൻ, KMnO4 റിയാക്ഷൻ, ഇങ്ങനെയുള്ള റിയാക്ഷനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. ബട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് റെസ്പോണ്ട് ചെയ്യും. ദെൻ ബെൻസീൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, സൈക്ലോഹെക്സീൻ്റെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്.
അപ്പോൾ സൈക്ലോഹെക്സീൻ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതാണ്. അപ്പോൾ അതേ ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് ബെൻസീൻ്റെ കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബട്ട് ആ രണ്ട് വാല്യൂസിനും ഡിഫറൻസ് ഉള്ളത് എന്താ സൂചിപ്പിച്ചത്? ഇറ്റ് ഈസ് ദ ഡീലോക്കലൈസേഷൻ എനർജി ഓർ റെസൊണൻസ് എനർജി ഓഫ് ബെൻസീൻ, ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ബെൻസീൻ is stabilized by a lot of pi electron delocalization. Then, like benzene, other compound containing one or more benzene rings also possess those general characteristics and are largely stabilized through pi electron delocalization over the carbon ring. Such compounds, including benzene with substantial delocalization energies, are said to possess aromatic character or aromaticity and are called benzenoid aromatic compound. Several cyclic compounds which do not contain a benzene ring, for example heterocyclic compounds like pyridine, pyrrole, furan, thiophene, etc., are also greatly stabilized by pi electron delocalization and show aromatic properties. They are non-benzenoid aromatic compound. Then ഇവിടെ എന്താ പറയുന്നത്? ബെൻസീനെ പോലെ ബെൻസീൻ റിംഗ് ഉള്ള വേറെയും ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ബെൻസീൻ വേറെയും ഒന്നോ അതിൽ കൂടുതലോ ബെൻസീൻ റിംഗ് ഉള്ള ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. ആ കോമ്പൗണ്ട്സിനും ഈ ബെൻസീന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനൊക്കെ നല്ലോണം ഉണ്ട്. സോ ഇറ്റ് ഈസ് ലാർജ്ലി സ്റ്റെബിലൈസ്ഡ്. സോ ബെൻസീൻ ഉൾപ്പെടുന്ന ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ കൂടുതൽ സ്റ്റേബിൾ ആക്കുന്നത് ആരാ? പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ എനർജീസ് ആണ് അല്ലേ? അപ്പോൾ ബെൻസീൻ ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ അവർക്ക് എറോമാറ്റിക് ക്യാരക്ടർ ഉണ്ടെന്നാണ് പറയാം. ഇങ്ങനെ പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ കൂടുതലാണ്, അത് കാരണം കോമ്പൗണ്ട്സ് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, അങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് അരോമാറ്റിക് ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അരോമാറ്റിക് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ഫിനോമിനയാണ് നമ്മൾ അരോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ ബെൻസനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഇനി ചില കേസിൽ കുറേ സൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്, ബെൻസീൻ റിംഗ് ഇല്ലാത്ത കുറച്ച് സൈക്ലിക് കോമ്പൗണ്ട്സ്, ബട്ട് അവർക്ക് പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനൊക്കെ നല്ലോണം ഉണ്ട്. ദേ ആർ ഗ്രേറ്റ്ലി സ്റ്റെബിലൈസ്ഡ്. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ നോൺ ബെൻസനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്, ഫോർ എക്സാമ്പിൾ പിരിഡിൻ, പൈറോൾ, ഫ്യൂറാൻ, തയോഫിൻ. അതായത് ബെൻസീൻ ഉൾപ്പെടെയുള്ള വേറെ ബെൻസീൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് വിച്ച് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനാണ് നമ്മൾ ബെൻസനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുക. ബെൻസീൻ റിംഗ് ഇല്ലാത്ത ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഫോളോ ചെയ്യുന്നവരെ നമ്മൾ നോൺ ബെൻസനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയും. So, let us see what is the term aromaticity or aromatic character refers. It refers to the remarkable stability exhibited by certain cyclic compounds having a conjugated planar ring system and a large degree of pi electron delocalization. Aromaticity എങ്ങനെയുള്ള സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ് കാണിക്കുക? കോൺജുഗേറ്റഡ് പ്ലാനാർ റിംഗ് സിസ്റ്റം വേണം, ലാർജ് ഡിഗ്രി ഓഫ് പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനും വേണം. ഇങ്ങനെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. So, next we will discuss Huckel's rule of aromaticity. Huckel's 4n+2 rule of aromaticity. Huckel in 1931 pointed out on the basis of quantum mechanical calculations that for a compound to be classified as aromatic, it must fulfill the following criteria. Its molecule must have a planar ring system having continuous cyclic out of delocalized pi electrons above and below the plane. For this, each atom in the ring must have an unhybridized p orbital which are able to perform sideways overlap with the p orbitals of atoms on either side of it. Such overlap will be effectively possible only when the system is planar. And its pi electron cloud must contain a total of 4n+2 pi electrons, where n is an integer. The criteria for aromaticity can be summarized in the form a rule called Huckel's 4n+2 rule of aromaticity, or Huckel's rule states that a planar cyclic conjugated polyene will be aromatic if and only if it contains a continuous pi electron cloud encompassing the ring atoms and containing 4n+2 pi electrons, where n is an integer. Then ഇവിടെ എന്താ പറയുന്നത്, 1931 ഹക്കൽ ക്വാണ്ടം മെക്കാനിക്കൽ കാൽക്കുലേഷൻ വഴി എന്ത് പറഞ്ഞത്, കുറച്ച് കോമ്പൗണ്ട്സിനെ അരോമാറ്റിക്കായി ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ അയാൾ കുറച്ച് ക്രൈറ്റീരിയ യൂസ് ചെയ്തു. ആ ക്രൈറ്റീരിയയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു മോളിക്യൂളിന് ഫോർ മോളിക്യൂൾ ടു ബി അരോമാറ്റിക് എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? ആ മോളിക്യൂളിന് പ്ലാനാർ റിംഗ് സിസ്റ്റം ആയിരിക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ഉണ്ടാവണം. ഓരോ ആറ്റത്തിനും ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടാവണം. ഈ പി ഓർബിറ്റൽ അതിൻ്റെ ഐദർ സൈഡുള്ള വേറൊരു പി ഓർബിറ്റലായിട്ട് സൈഡ് വേ ഓവർലാപ്പും ചെയ്യാൻ പറ്റണം. ഈ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ മോളിക്യൂൾ ആ സിസ്റ്റം എന്തായാലും പ്ലാനാർ ആയിരിക്കും. സോ ഈ മോളിക്യൂൾ എന്ന് പറയുന്നത് പ്ലാനാർ റിംഗ് സിസ്റ്റമാണ്. പൈ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ വേണം,
അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ വേണം. ഈ പി ഓർബിറ്റൽ അതിൻ്റെ ഐതർ സൈഡുള്ള പി ഓർബിറ്റലായിട്ട് സൈഡ് വേ ഓവർലാപ്പും ചെയ്യണം. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്താൽ ആ മോളിക്യൂൾ എന്തായാലും പ്ലാനാർ ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ അരോമാറ്റിക് ആണെങ്കിൽ ടോട്ടൽ 4n+2 pi ഇലക്ട്രോൺസ് വേണം. For a molecule to be aromatic, there should be 4n+2 pi electrons. അതായത് 4n+2 pi electrons വേണം. ഇതിൽ n എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഉൾപ്പെടുന്ന റൂളിനെയാണ് നമ്മൾ ഹക്കൽസ് റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹക്കൽസ് 4n+2 റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. സോ ഹക്കൽസ് റൂളിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാനാർ സൈക്ലിക് കോൺജുഗേറ്റഡ് പോളിയീൻ അരോമാറ്റിക് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ആവണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു കണ്ടിന്യൂസ് പൈ ഇലക്ട്രോൺ സിസ്റ്റവും വേണം, അതിൽ 4n+2 pi ഇലക്ട്രോൺസും വേണം. n എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റീജറാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ 4n+2 കാൽക്കുലേറ്റ് നമുക്ക് കിട്ടുന്ന 4n+2 എന്ന് പറയുന്നത് പൈ ഇലക്ട്രോൺസ് ആണ്. സോ 4n+2 ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇലക്ട്രോൺസിൻ്റെ വാല്യൂ കിട്ടണമല്ലോ. ആ വാല്യൂ എന്ന് പറയുന്നത് 2, 6, 10, 14, 18 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം. ഇവരെയാണ് നമ്മൾ ഹക്കൽ നമ്പേഴ്സ് എന്ന് പറയുക. n എന്ന് പറഞ്ഞാൽ ഏത് ഇൻറ്റീജർ വേണമെങ്കിൽ ആവാം, 0, 1, 2, 3, 4 എക്സെട്ര. അപ്പോൾ n-ന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പൈ ഇലക്ട്രോൺസ് കിട്ടണം? 2, 6, 10, 14, 18 ഇങ്ങനെയുള്ള വാല്യൂസ് കിട്ടണം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് us consider benzene. Benzene consists of 3 pi bonds, right? So there are 6 electrons. അപ്പോൾ നമ്മൾ എത്ര പറയും? ബെൻസീന് 6 pi electrons. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 4n+2 = 6. അപ്പോൾ n-ന് എന്ത് വാല്യൂ കിട്ടിയാലാണ് അവിടെ 6 വരെ വേണം. സോ ബെൻസീൻ്റെ കേസിൽ n = 1 ആണ്. 4n+2 ചെയ്ത് നമുക്ക് 6 കിട്ടും. ഈ 6 എന്ന് പറയുന്നത് ഈ ഹക്കൽ നമ്പേഴ്സിൽ പെട്ടതാണ്. സോ ഒരു ഹക്കൽ റൂൾ എന്താ പറയുന്നത്? ഒരു പ്ലാനാർ സൈക്ലിക് കോൺജുഗേറ്റഡ് പോളിയീൻ അരോമാറ്റിക് ആവണമെങ്കിൽ പൈ ഇലക്ട്രോൺ ക്ലൗഡും വേണം. ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ 4n+2 pi ഇലക്ട്രോൺസ് റൂൾ. ഈ ഹക്കൽസ് റൂളിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നോക്കണം. സോ the significance of Huckel's rule can be explained on the basis of MO theory. The number of pi electrons required for making a remarkably stable closed shell configuration with respect to the complete filling of bonding molecular orbital in a planar conjugated cyclic system tallies with the magic number 4n+2. It can be seen from the molecular orbitals of benzene. Attainment of stable configuration imparts exceptional stability to such a system, as evidenced by its highly negative delocalization energy, which is exactly what is meant by term aromaticity. So Huckel's റൂളിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കണമെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നോക്കണം. അവിടെ എന്താ പറയുന്നത്? ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആവണമെങ്കിൽ അവർക്ക് എന്താ ഒരു സ്റ്റേബിൾ ക്ലോസ്ഡ് ഷെൽ കോൺഫിഗറേഷൻ വേണം. നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് സ്റ്റേബിൾ ആവണമെങ്കിൽ, അരോമാറ്റിക് ആവണമെങ്കിൽ അവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് റിമാർക്കബിളി സ്റ്റേബിൾ ആയിരിക്കണം. വെൻ കമ്പയർഡ് വിത്ത് കംപ്ലീറ്റ്ലി ഫിൽഡ് മോളിക്കുലർ ഓർബിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിരിക്കണം. ഈ 4n+2 റൂള് അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ലെറ്റ് us see molecular orbitals of benzene. ബെൻസീനിൽ നോക്കുമ്പോൾ there are bonding molecular orbitals ആണ് psi1, psi2, psi3. Anti-bonding psi4, psi5, psi6. Since there are 6 pi electrons. And the 6 pi electrons get filled in the bonding molecular orbital. So benzene has closed bonding shell ഉണ്ട്. 6 pi electrons 3 bonding molecular orbital occupy ചെയ്യുന്നുണ്ട്. all molecular orbitals filled ആണ്, ഒരു ഇലക്ട്രോണും ആൻറ്റി ബോണ്ടിങ്ങിൽ പോയിട്ടില്ല. So benzene is remarkably stable due to this pi electron delocalization. Then aromatic, anti-aromatic and non-aromatic compounds. On the basis of whether they conform the criteria inherent in Huckel's rule or not, all compounds can be classified into one of the following categories. Huckel's rule പ്രകാരം നമുക്ക് കോമ്പൗണ്ട്സിനെ മൂന്നായി തിരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് aromatic compounds. A cyclic planar completely conjugated compounds with 4n+2 pi electrons is called aromatic compound. Such a compound exhibits remarkably higher stability than any pi electron system that does not satisfy all the above mentioned 4 criteria. സോ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആവണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ആ കോമ്പൗണ്ട് സൈക്ലിക് ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ യു ഷുഡ് സ്റ്റഡി ദ പ്രോപ്പർട്ടീസ് ഓർ ദ ക്യാരക്ടേഴ്സ് ഫോർ സ്റ്റെബിലിറ്റി വെരി വെൽ, റൈറ്റ്? സോ ഒരു മോളിക്യൂൾ സൈക്ലിക്, പ്ലാനാർ, കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡും ആണ്. 4 പ്രോപ്പർട്ടീസാണ് പറയുന്നത്. സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം,
കംപ്ലീറ്റ്ലി കോൺജുഗേറ്റഡ് ആയിരിക്കണം 4n+2 പൈ ഇലക്ട്രോൺസും ആണെങ്കിൽ ആ കോമ്പൗണ്ട് നമുക്ക് അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയാം. ഇനി വേറൊരു പൈ ഇലക്ട്രോൺ സിസ്റ്റം ഉണ്ട്. ആ പൈ ഇലക്ട്രോൺ സിസ്റ്റം ഡസ് നോട്ട് ഈ 4 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി ഈ 4 ക്യാരക്ടേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് തന്നെയായിരിക്കും. സോ സ്റ്റഡി വെൽ. ദെൻ benzenoid aromatic, there are two types of aromatic compounds, benzenoid aromatic compounds and non-benzenoid aromatic compound. So benzenoid aromatic compounds are those which contain benzene rings or fused benzene rings in their structures. So benzene ring അതിൽ കൂടുതൽ ഫ്യൂസ് ചെയ്ത കുറച്ച് ബെൻസീൻ റിങ്ങുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ benzenoid compounds അറിയുക. എക്സാമ്പിൾ നാഫ്തലീൻ, ആന്ത്രസീൻ, ഫിനാന്ത്രീൻ. ലുക്ക് അറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓൾസോ. ദെൻ non-benzenoid aromatic compounds എന്ന് പറയുമ്പോഴോ അവർ എല്ലാ ഒരു ബെൻസീൻ റിങ് അവരുടെ ഉണ്ടാവില്ല. ദേ ലാക്ക് എ ബെൻസീൻ റിങ് ഇൻ ദ സ്ട്രക്ചേഴ്സ്. ബട്ട് വേറെ ക്യാരക്ടേഴ്സൊക്കെ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. ബട്ട് ദർ ഈസ് എ ലാക്ക് ഓഫ് ബെൻസീൻ റിങ്. എക്സാമ്പിൾ some completely conjugated monocyclic hydrocarbons like annuline and 14 annuline and 18 annuline in their planar conformations, a bicyclic hydrocarbon called azulene, heterocyclic compound like pyrrole, furan, thiophene, pyridine, certain homocyclic ions like cyclopropenyl cation, cyclopentadienyl anion and cycloheptatrienyl cation. So study the structures and the names well. They are the examples of non-benzenoid aromatic compounds. Then third one is second one is anti-aromatic compounds. A cyclic planar completely conjugated compound with 4n pi electrons is especially unstable and is called anti-aromatic compound. അപ്പോൾ ഒരു cyclic planar and completely conjugated structure. സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. ബട്ട് 4n+2 ഇലക്ട്രോൺസ് അല്ല, 4n പൈ ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർ അൺസ്റ്റേബിൾ ആയിരിക്കും. എസ്പെഷ്യലി അവർ കൂടുതൽ അൺസ്റ്റേബിൾ ആയിരിക്കും. ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാകും. ബട്ട് 4n പൈ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. ദേ ആർ അൺസ്റ്റേബിൾ. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് ആൻറ്റി അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. സൈക്ലോപെൻറ്റാഡൈനിയൽ കാറ്റിയോൺ ആൻഡ് സൈക്ലോബ്യൂട്ടാഡൈൻ അവരാണ് എക്സാമ്പിൾ. ബോത്ത് ആർ planar cyclic conjugated with 4n electrons. Highly unstable ആണ്. Too unstable to be isolated under normal condition. Examples ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Cyclopentadienyl cation and cyclobutadiene. And the lower stability of this 4n pi system is ascribed to the fact that they do not have a closed shell molecular orbital configuration like the 4n+2 pi systems. They have either a configuration in which their bonding molecular orbitals are incompletely filled, or they have a pair of pi electrons left over after the bonding molecular orbitals are filled. അതായത് ഇവർ ഹൈലി അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. ആ അൺസ്റ്റേബിളിന് കാരണം അവരുടെ മോളിക്കുലാർ ഓർബിറ്റൽസ് ക്ലോസ്ഡ് ഷെൽ അല്ല, സ്റ്റേബിൾ അല്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കില്ല, ഇല്ലെങ്കിൽ ഫില്ലിങ്ങിന് കഴിഞ്ഞിട്ടും എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് ഷെൽ മോളിക്കുലർ ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് ദേ ആർ unstable. And this delocalization alone is not the deciding factor for a cyclic planar conjugated system to be aromatic. The number of pi electron 2 is very important. In short, like aromaticity which is characterized by stability, anti-aromaticity is characterized by instability. നമ്മൾ ഇത്ര നേരം ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് അങ്ങനെയൊക്കെ കുറേ ഫാക്ടേഴ്സ് പഠിച്ചു അല്ലേ. സൈക്ലിക് ആവണം, അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാത്രം പോരാ. അരോമാറ്റിക് ആവണമെങ്കിൽ പൈ ഇലക്ട്രോൺസിൻ്റെ നമ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമുക്ക് ഈ 4n+2 പൈ ഇലക്ട്രോൺസും 4n പൈ ഇലക്ട്രോൺസും നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അരോമാറ്റിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവരെന്താണ്, ഹൈലി സ്റ്റേബിൾ ആണ്. ബട്ട് ആൻറ്റി അരോമാറ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റെബിലിറ്റിയാണ് അതിന്ന് കാണിക്കുന്നത്. ദെൻ third one, non-aromatic compounds. A compound that lacks one or more of the 4 requirements to be aromatic or anti-aromatic is called non-aromatic compound. നമ്മൾ 4 ക്യാരക്ടേഴ്സാണ് അരോമാറ്റിസിറ്റിക്ക് പറഞ്ഞത്. ആ 4 ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സാണ് നോൺ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സൈക്ലോപ്രോപ്പീൻ, സൈക്ലോപെൻറ്റാ 1,3-diene, സൈക്ലോഹെപ്റ്റാ 1,3,5-triene, etc. So in this video we have studied some properties of benzene. Then we have studied what is aromaticity. Then we have studied Huckel's rule. Then we have studied 3 categories, and aromatic, anti-aromatic and non-aromatic. Hope you will understand the video. Thank you.